ചേരും. റൈറ്റ്, അനുമോദിലേക്ക് കൂടി തിരികെ എത്താം. റോഡ് ഷോയുടെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് എന്നതിന്റെ വിവരങ്ങളാണ് അനുമോദ് നൽകിയത്. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിന്നാണ് BJP പ്രവർത്തകർ തൃശൂരിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. 2 ലക്ഷത്തിലേറെ പേർ റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നുള്ള പ്രതീക്ഷ പാർട്ടിക്കുണ്ട്. 8 ലക്ഷത്തോളം പ്രവർത്തകർ എത്തിയിട്ടുണ്ട്, സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവകാശവാദങ്ങളും ഒരു വശത്തുണ്ട്. 2 ലക്ഷത്തിലേറെ വനിതകൾ മഹിളാ സമ്മേളന വേദിയുടെ ഭാഗമാകും, സമ്മേളനത്തിന്റെ ഭാഗമായി വരികയും ചെയ്യും. അല്പസമയത്തിനുള്ളിൽ നരേന്ദ്രമോദി തൃശൂരിൽ എത്തുമ്പോൾ ഉറ്റുനോക്കുന്നത് എന്ത് വലിയ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. സംസ്ഥാന BJP തന്നെ ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്ക് വിജയമൊരുക്കുന്ന തരത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെയുള്ള എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം. ഒരുപക്ഷെ മഹിളാ സമ്മേളന വേദി ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനം ഉണ്ടായേക്കുമോ എന്നുള്ള ഒരു ചോദ്യം. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വലിയ പിന്തുണ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്ന വിലയിരുത്തൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതേത് രീതിയിൽ സാമുദായിക നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കണക്കുകൂട്ടലുകൾ ഒരു വശത്ത്. ഏതായാലും കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി നടക്കുന്ന സന്ദർശനം തന്നെയാണ് ഇത് എന്നതിൽ തർക്കമില്ല. വീണ്ടും വിനേഷിലേക്ക്. വിനേഷ്, ഉറ്റുനോക്കുന്നത് ആ രീതിയിലുള്ള ഏതെങ്കിലും നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. അത് സംസ്ഥാന BJPയെ സംബന്ധിച്ചിടത്തോളം പോലും ആ പ്രതീക്ഷയില്ലേ? സുരേഷ് ഗോപിക്ക് BJPയുടെ A ക്ലാസ് മണ്ഡലം, സ്റ്റാർ മണ്ഡലം എന്ന് കരുതപ്പെടുന്ന തൃശ്ശൂരിൽ വിജയം ഒരുക്കുന്ന രീതിയിലേക്ക്, ആ രീതിയിലേക്കുള്ള ഏതെങ്കിലും ഒരു പ്രഖ്യാപനം തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ, അതല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വനിതാ ബില്ലിനു ശേഷമുള്ള സന്ദർശനമായതുകൊണ്ട് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതടക്കം സംസ്ഥാന BJP പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? അപർണ, ഈ വനിതാ ബില്ലിന് ശേഷമുള്ള മോദിയുടെ വരവ്, അതായത് തൃശ്ശൂരിലേക്കുള്ള വരവ്, തൃശ്ശൂർ എങ്ങനെയും പിടിക്കുക, സുരേഷ് ഗോപിയെ ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അവിടെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും? പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമുക്കറിയാം, ഒരുപക്ഷെ അങ്ങനെ വലിയൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചോ ഒന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ഉണ്ടാവുക. മറിച്ച് കൂടുതൽ എങ്ങനെ സ്ത്രീപക്ഷ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളത് ആണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും, കുട്ടനെല്ലൂരുള്ള കോളേജ് ഗ്രൗണ്ടിൽ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 2 മണിക്ക് എത്തേണ്ടത് ഇപ്പോൾ 3 മണിയാകാനായിരിക്കുന്നു. അദ്ദേഹം എത്തും. എന്തായാലും വലിയ പ്രഖ്യാപനങ്ങൾ, വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം തൃശ്ശൂർ പോലുള്ള സ്ഥലം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമായി BJP കാണുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ അത് പിടിക്കാൻ പറ്റും, എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കാരണം BJP കഴിഞ്ഞ കുറേ കാലമായി നമുക്കറിയാം, നിയമസഭയിൽ പോലും കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറന്നെങ്കിൽ പോലും അത് BJPയുടെ ക്രെഡിറ്റിലല്ല, മറിച്ച് O രാജഗോപാലിന് ലഭിച്ച, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ ലഭിച്ചതാണ് എന്നുള്ളൊരു വിലയിരുത്തലെല്ലാം കേരളത്തിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ലോക്സഭാ സീറ്റ് സുരേഷ് ഗോപിയിലൂടെ പിടിച്ചു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം ആ ഒരു സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു BJPക്ക് എവിടെയും തന്നെ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. കർണാടകയിൽ മാത്രമാണ് പിന്നെയും കുറച്ച് സ്വാധീനമുള്ളത്. അതും അവിടെ അധികാരം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ കേരളം പോലുള്ള സ്ഥലത്ത് ഒരു ലോക്സഭ, ഈ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഒരിടത്തെങ്കിലും ജയിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മിഷനറികളെയും ഇറക്കിക്കൊണ്ട് ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വരുന്നതെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര നേതാക്കൾ ഇവിടെ എത്തും. വലിയ പ്രചാരണ കോലാഹലങ്ങൾ തന്നെയായിരിക്കും തൃശ്ശൂർ അഭിമുഖീകരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് BJPക്കുള്ളത്. കാരണം എത്രയോ കാലങ്ങളായി, കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ, BJPയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ, BJPയുടെ സംസ്ഥാന ഘടകത്തിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയത കാരണം തന്നെ പലപ്പോഴും ഇപ്പോൾ K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും V മുരളീധരനും ഇങ്ങനെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പരമാവധി വലിയ പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യം BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അനൗദ്യോഗികമായാണ് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇനി അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമൊന്നും
പറയില്ലെങ്കിൽ പോലും പ്രധാനമന്ത്രി പറയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു സൂചന അതിൽ നിന്ന് ഉണ്ടാവും. ഒപ്പം തന്നെ കൂടുതൽ പദ്ധതികൾ, എന്തെല്ലാം പരിപാടികൾ, സ്ത്രീ ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, സ്ത്രീപക്ഷ പദ്ധതികൾ എന്തൊക്കെയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും BJPക്കുണ്ട്. അപർണ. റൈറ്റ് വിനേഷ്, ഏതായാലും ആ പ്രഖ്യാപനം അതെന്ത് രീതിയിലായിരിക്കുമെന്ന് രാഷ്ട്രീയ കേരളം BJP ഉറ്റുനോക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു മൈലേജ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ വരവിൽ ലോക്സഭ മഹിളാ സമ്മേളന വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പ്രധാനപ്പെട്ട സ്ത്രീ പങ്കാളിത്തങ്ങൾ, ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കളുടെ പങ്കാളിത്തവും വേദിയിലുണ്ടാകും എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. PT ഉഷ അടക്കമുള്ളവരുടെ പ്രാതിനിധ്യം വേദിയിൽ ഉണ്ട്. മിന്നുമണി, ശോഭന അടക്കമുള്ളവർ വേദിയിൽ ഉണ്ടാകും. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ, സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീമതി രാജി പ്രസാദ്, സ്റ്റേറ്റ് സെക്രട്ടറി രേണു സുരേഷ്, സ്റ്റേറ്റ് സ്പോക്സ്പേഴ്സൺ അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ കുമ്മനം രാജശേഖരൻ ജി, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ PK കൃഷ്ണദാസ് ജി,